അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു ആശയത്തിന് എത്രത്തോളം അധപ്പതിക്കാൻ കഴിയുമോ അതിൻ്റെ മൂർത്തീഭാവമാണ് കുരുവട്ടൂരിസം. അതിൻ്റെ ആൾ രൂപങ്ങളാണ് കുരുവട്ടൂരികൾ. ഈ വൃത്തികെട്ട കുരുവട്ടൂരികൾ എന്ന വിഭാഗത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കി എന്നോണം അവരുടെ അപകടകരമായ ചില വാദങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുക. ഈ വൃത്തികെട്ട വിഭാഗം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തതും ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തതുമെല്ലാം ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഏതായാലും ഈ വൃത്തികെട്ടവന്മാരുടെ ഈ പിഴച്ച വാദങ്ങൾ, ആ വാദങ്ങൾക്ക് അടിത്തറ പാകാനായി ഇവർ കണ്ടെത്തിയ തുരുപ്പ് ഷീട്ടാണ് 33 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരണപ്പെട്ടു പോയ CM മടവൂരി എന്ന വ്യക്തി. കേരള മുസ്ലിങ്ങൾക്ക് ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത വൃത്തികെട്ട അപകടകരമായ വാദങ്ങളാണ് ഇവർ ഈ മടവൂരിൻ്റെ പേരിൽ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മടവൂരാണ് 18,000 ആലം നിയന്ത്രിക്കുന്നത്. മടവൂരാണ് അർഷും കുർസിയുമെല്ലാം നിയന്ത്രിക്കുന്നത്. സ്വർഗവും നരകവുമെല്ലാം മടവൂരിൻ്റെ കാലിൻ ചുവട്ടിലാണ് എന്നിങ്ങനെയുള്ള വളരെയധികം പൈശാചികമായ വാദങ്ങളാണ് ഇവന്മാർ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CM മടവൂരി എന്ന മാനസിക രോഗി, അയാൾ കുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ്, അതിനും മുകളിലാണ് എന്നിങ്ങനെയുള്ള വാദങ്ങൾ സാധാരണ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളാണ്. പക്ഷെ ഇവർ പറയുന്നത് CM മടവൂര് വലിയും കുതുബാണെന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ്. ആദ്യം തന്നെ ആ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കുക. മടവൂര് ശൈഖുന വലിയാണ്, കുതുബാണ്, മഹാനാണെന്ന് അള്ളാഹ് പറഞ്ഞതാ. അപ്പൊ കേട്ടല്ലോ, മടവൂര് വലിയാണ്, കുതുബാണ്, മഹാനാണ് എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാന്റെ പേരിൽ പച്ചക്കളവ് ദജ്ജാല് പറയാണ്. അള്ളാഹ് എവിടെയോ പറഞ്ഞത് മടവൂര് വലിയാണെന്ന് അള്ളാഹ് എവിടെ പറഞ്ഞു? അള്ളാഹ് ആരോട് പറഞ്ഞു? ആര് കേട്ടു? അള്ളാഹ് ആര് മുഖേന സംസാരിക്കുക? അള്ളാഹ് സൃഷ്ടികളോട് മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുവോ? അല്ലെങ്കിൽ ആരോട് പറഞ്ഞു? ഏത് മലക്ക് മുഖേന പറഞ്ഞു മടവൂര് വലിയാണ്, മടവൂര് കുത്തുബാണ്, മടവൂര് മഹാനാണെന്ന് ആരോട് പറഞ്ഞത്? തൊള്ളി തോന്നിയത് അള്ളാന്റെ പേരിലും വിളിച്ചു പറയാ. അപ്പോ അള്ളാഹു ആണ് പറഞ്ഞത് മടവൂര് കുത്തുബും വലിയും മഹാനാണ് എന്നുള്ളത്. പിന്നെന്താണ് മടവൂര് വലിയ എന്നുള്ള തെളിവ്? അത് കേട്ടോളി. മടവൂര് വലിയാണ്, അള്ളാന്റെ വലിയാണ് എന്നതിനുള്ള തെളിവ്, ഗമണ്ടൻ തെളിവ്, മഹത്തായ തെളിവ് മറ്റും പറയട്ടെ. നമ്മൾ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ പേര് പറയുമ്പോ തന്നെ പറയുന്ന CM വലിയുല്ലാഹി എന്നാണ്, അള്ളാന്റെ വലിയ എന്നാണ്. അള്ളാന്റെ വലിയ എന്ന് പറയുമ്പോ തന്നെ അള്ളാഹ് അവരെ ആദരിച്ചു എന്നതാണല്ലോ ഏറ്റവും വലിയ സ്ഥാനം. എങ്ങനെയുണ്ട് തെളിവ്? മടവൂര് അള്ളാന്റെ വലിയ എന്നുള്ള തെളിവാണ് ഇപ്പത്. ഇമ്മണി വലിയ തെളിവ് എന്താണ്? CM വലിയുല്ലാഹി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ വലിയ എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ CM വലിയ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ? നിങ്ങൾ ഈ അന്തല്ലാത്ത കുഞ്ഞാപ്പോൾ അംഗീകരിക്കുവോ മടവൂരിനെ കുറിച്ച്? വലിയ ഷെയ്ത്തോൻ നിങ്ങൾ ബ്രാക്കറ്റിൽ കാസി അല്ലെങ്കിൽ റ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ? നിങ്ങൾ CM വലിയുല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ റാ എന്ന് കൊടുക്കുമ്പോൾ ആൾക്കാർ വലിയുല്ലാഹു എന്ന് വായിക്കും. അല്ല CM വലിയ ഷെയ്ത്തോൻ എന്ന് കൊടുത്തുകൊണ്ട് ബ്രാക്കറ്റിൽ റാ എന്ന് കൊടുത്താൽ റാസ്കൾ നല്ല ആൾക്കാർ വായിക്കുള്ളൂ. അപ്പൊ ഒരാൾ ഔലിയ എന്നുള്ള തെളിവാണ്. ഇപ്പൊ ഇത് വലിയുല്ലാഹി എന്നല്ല നമ്മൾ പറയല്. അതിന്റെ അർത്ഥം അള്ളാഹ് ആദരിച്ച ആള് എന്നല്ലേ തന്നെ. ഒരു ഒറിജിനൽ വിലാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ലതിന്റെ പേരിലേക്ക് ചേർത്തി പറഞ്ഞിട്ടാണ് സകല വ്യാജന്മാരും ഇവിടെ നിലകൊള്ളുന്നത്. അത് ഉറപ്പല്ലേ? അപ്പൊ നിങ്ങൾ ചില പ്രൊഡക്റ്റുകൾ നോക്കി, ഒറിജിനൽ കമ്പനിയോട് സാമ്യമുള്ള പേരുകളായിരിക്കും വ്യാജന്മാർക്ക് ഉണ്ടാവുക. അപ്പൊ അള്ളാന്റെ പേരിൽ പറഞ്ഞാലേ ആളുകൾ അംഗീകരിക്കുള്ളൂ. ഉറപ്പല്ലേ? അപ്പൊ ഒരു ഒറിജിനൽ വിലാസത്തിലേക്ക് ചേർത്തി പറഞ്ഞാലേ ആളുകൾ അംഗീകരിക്കൂ, ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ CM വലിയുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔലിയാന്ന് ആൾക്കാർ മനസ്സിലാക്കണം. വലിയ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ ആൾക്കാർ അംഗീകരിക്കുമോ? എന്തൊരു ന്യായാണത്? അതാണ് പോന്റെ വലിയൊരു തെളിവ്. വലിയുല്ലാഹി എന്നല്ലേ നമ്മൾ പറയണത്, അള്ളാന്റെ ഔലിയ എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അള്ളാഹു ആദരിച്ച മഹാന് എന്നാണ്. എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെയാണ് പല തെളിവിന്റെ കോലം. ഇങ്ങനെയുള്ള മടവൂര് വലിയാണെന്ന് മാത്രമല്ല, മുദബ്ബിറുൽ ആലമാണെന്ന് മാത്രമല്ല, കുതുബുൽ ആലമാണെന്ന് മാത്രമല്ല, അതിന്റെ മുകളിലാണെന്ന് പറയണത്. ഇപ്പൊ കുത്തുബുൽ ആലം എന്ന് പറയുമ്പോ നമ്മക്കറിയില്ലേ, ഷെയ്ഖുന കുത്തുബുൽ ആലം എന്നുള്ളടത്ത് മാത്രം ഒതുങ്ങുന്ന ആളല്ല. അതാ വൈലത്തൂർ തങ്ങൾ പാപ്പാനോട് പറഞ്ഞ് ഞാൻ അതൊക്കെ വിട്ടുകിടന്ന് എവിടെയോ എത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വിളിക്കേണ്ട ഒരു സ്ഥാനപ്പേര് ഞാൻ തരാണ്. അപ്പൊ കുതുബുൽ ആലെന്ന് മാത്രമല്ല, മുദബ്ബിറുൽ ആലെന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തോടോ അതിന്റെ മുകളിൽ പറയാൻ? റബ്ബുൽ ആലം എന്നോ? അതും കൂടിയാണ് പറഞ്ഞാൽ നിങ്ങള്. ഏതായാലും ഈ വക വഷളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളോ? പലവിധ കുഫ്രിയൻ ശിർക്കൻ വാദങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളോ? ഇനി റബ്ബുൽ ആലം എന്ന് കൂടി പറഞ്ഞാൽ നിങ്ങള് താമസിയാതെ പറയുന്നത്
കുത്തുബുൽ-ആലമിന്റെ മുകളിലാണല്ലോ. ഇനിയിപ്പോ ഏതാ അതിന്റെ മുകളിലൊരു സ്ഥാനം നിങ്ങളൊന്ന് പറഞ്ഞേരി. അർശ് മടവൂരിന്റെ കയ്യിലാണ്, കുർസിയ മടവൂരിന്റെ കയ്യിലാണ്, സ്വർഗം നരകം മുമ്പ് കാലിന്റെ ചോട്ടിലാണ്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞ ആലമിനെ താങ്ങി നിർത്തുന്ന അച്യുതണ്ട്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ ഈ ആലമിനെയും 18,000 ആലത്തിനൊക്കെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ. നീ അതിന്റെ മുകളിലാണെന്ന് പറഞ്ഞ എന്തോട് നീ ഇപ്പൊ അതിന്റെ മുകളിൽ എന്താ റബ്ബുൽ ആലം നിങ്ങൾ ആ പേരെന്നോട് പറയും. ആൾക്കാർക്ക് വിളിക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയാണ് കുത്തുബുൽ ആലം എന്ന് പറഞ്ഞത്. ആൾക്കാർ കുറച്ച് പ്രയാസപ്പെട്ട് വിളിച്ചോട്ടെ, നിങ്ങളെ കൗമല്ലേ, നിങ്ങൾ ആ പേരൊന്ന് പറയും. എന്താ ഈ മടവൂരിന് മറച്ചു വെച്ച പേര്? അല്ല നിങ്ങളിപ്പോ മടവൂരിന്റെ മശായിഖന്മാർ, മടവൂരിന്റെ കഥമിൽ ജീവിക്കുന്ന കുറച്ച് ശൈത്താന്മാർ ഇപ്പൊ നിങ്ങളെ കൂടുതലുണ്ടല്ലോ. നിങ്ങളും ചോദിച്ചു കാണി ജനങ്ങളൊന്ന് പറയും, എന്താണ് കുത്തുബുൽ ആലമിന്റെയും മുദബ്ബിറുൽ ആലമിന്റെയും മുകളിലുള്ള മടവൂരിനുള്ള സ്ഥാനങ്ങളൊന്ന് പറയും. കേരള മുസ്ലിങ്ങളൊന്ന് കേക്കട്ടോ നിങ്ങളെ കുഫ്രിയൻ വാദങ്ങള്, നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടോ ജനങ്ങള്, നിങ്ങളൊന്ന് പറയതേ. സഹോദരങ്ങള് വെറുതെ പറയരുത്, യുവമാര് ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാദങ്ങള് കേട്ടോളി. അതിങ്ങനെ പറയാണ്, മുഴുവൻ ആകാശങ്ങളുടെയും മുകളിൽ ഉള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിന് ഷാഹിദാണ്. എന്തിനു പറയണം? കദൽ അർശി വൽ കുർസിയി, അർശും കുർസിയും ഒക്കെ അതിലുണ്ട്. ഒക്കെയും ഫീ ത്വയ്യി സബ്നത്തി, എന്റെ ഈ കൈപ്പിടിയിലുള്ള സാധനാണ്, ഞാനാണ് അതിനെ നിയന്ത്രിക്കുന്നത്. വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ, ഒന്നും നോക്കണ്ട, അതിന്റെ യഥാർത്ഥ അധികാരി ഞാൻ തന്നെയാണ്. വഅഖ്താബുഹാ മിൻ തഹ്തി ഹുക്മി വതഅതി, അതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അഖ്താബീങ്ങളുണ്ട്, അവർ വരെ എന്റെ ഹുക്കുമിന്റെ താഴെയാണ്. അതാ ശൈഖുൽ മശായിഖ് എന്ന് പറഞ്ഞു. ഭൂമിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ആകാശത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അതേപോലെ സൃഷ്ടിജാലങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതരായ ഔലിയാക്കന്മാരുണ്ടല്ലോ, അഖ്താബീങ്ങൾ, അവര് വരെ തഹ്ത ഹുക്മി വതഅതി, എന്റെ നിയമത്തിന്റെ പരിധിയിലാണവർ, എനിക്ക് വഴിപ്പെടുന്നവരാണ് അവർ. ആ സ്ഥാനത്തിരുന്ന ആളാണ് ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. അവർ അന മുദബ്ബിറുൽ ആലം എന്ന് പറയാതിരിക്കും. കേട്ടല്ലേ സഹോദരങ്ങളെ, എന്താണ് ഈ ഹംകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ കൈപ്പിടിയിലുള്ള സാധനാണ് അർശും കുർസിയൊക്കെ. അള്ളാഹുവിന്റെ സിംഹാസനമായ, അള്ളാഹു ഇസ്തിവാ ചെയ്യുന്ന അള്ളാഹുവിന്റെ അർശ്, അതിനെ കുറിച്ചാ പറയണത്. അല്ല ഔലോസുണ്ടന്റെ മാതിരി എന്റെ കയ്യിലുള്ള സാധനാണത് എന്ന് മൊയ്തീശേഖും പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്തുള്ള ആളാണ് മടവൂരും. എല്ലാം 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 മൂപ്പര കയ്യിന്റെ, മൂപ്പര നിയന്ത്രണത്തിലാണ് എല്ലാം. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇങ്ങനെ പൊലമ്പണമെങ്കിൽ കുറച്ചൊന്നും കുഫർ പോരെ ഉള്ളില്. ഈമാനിന്റെ ഒരു കണികയുടെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു കാഫിറിനെ ഇങ്ങനെ പുലമ്പാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? മുസ്ലിമാണ് അവൻ, പേരുണ്ട്. അവനൊക്കെ വല്ല ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അവനൊക്കെ വല്ല ആളും മനുഷ്യനില്ലാത്ത വല്ല ബന്ദിപ്പൂർ വനത്തിലോ സത്യമംഗലം കാട്ടിലൊക്കെ ജീവിച്ച് അവിടെ ഒടുങ്ങേണ്ടിയിരുന്ന ആളായിരുന്നു അവനൊക്കെ. കേരള മുസ്ലിം സമൂഹത്തിൽ ഇതൊക്കെ ഒരു പൊതുശല്യമായി, സമുദായ ശല്യമായി പ്രഖ്യാപിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. ഇവനൊക്കെ മരിച്ചു കഴിഞ്ഞാല് മുസ്ലിങ്ങളെ പൊതു ശ്മശാനത്തിൽ കബറടക്കാൻ പറ്റുമോ? അല്ല അവിടെ തൈക്കാട് വല്ല ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ടേക്കാണ്ടി കരിച്ചു കളണ്ടീരോ എന്നൊക്കെ സംശയിക്കൊണ്ട് കൊടുത്താണ് ഇപ്പൊ അവസ്ഥ പോണത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ പറയണം. മനസ്സിലായോ? ഇതിലൊന്നും മയപ്പെടുത്തി സംസാരിക്കാൻ പറ്റൂല. അത്രത്തോളം പിഴച്ച വാദങ്ങളാണ് ഈ വൃത്തികെട്ടവന്മാർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും വേണ്ടി യാതൊരു ലജ്ജയുമില്ലാതെ എന്താണോ അപ്പോ ഓന്റെ മണ്ടിയിൽ വരുന്നത് അത് മൈക്കിന് മുമ്പിലാണ് പ്രസംഗിക്കുക. അത് കേട്ട് തെക്ബീർ ചെല്ലാൻ കുറച്ച് ഹംകിങ്ങൾ മുമ്പിലും എന്ത് തോന്നിയാസം പറഞ്ഞാലും